ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിഫൻസ് മെക്കാനിസം ആണ്. ഡിഫൻസ് മെക്കാനിസം നമ്മുടെ ഫസ്റ്റ് സെം BEdന് മാത്രമല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ, മറിച്ച് കേറ്റഡ് ടീച്ചേഴ്സ് എലിജിബിലിറ്റി ടെസ്റ്റുകൾക്ക് എല്ലാം തന്നെ ചോദിക്കുന്ന ഒരു സിഗ്നിഫിക്കൻറ്റ് ഏരിയ തന്നെയാണ് ഡിഫൻസ് മെക്കാനിസം. അപ്പോൾ അതിൻ്റെ കീഴിൽ വരുന്ന കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ഇൻഡെപ്ത് ആയിട്ട് ഇഫക്റ്റീവായിട്ട് സിമ്പിളായിട്ട് പഠിക്കാം. Okay, first point, defense mechanism are psychological strategies that are unconsciously used to protect a person from anxiety arising from unacceptable thoughts or feelings. Defense mechanism എന്ന് പറയുന്നത് psychological strategies ആണ്. They are some tactics. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അത് പെട്ടെന്ന് സോൾവ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന psychological strategies ആണ് ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുന്നത്. That are unconsciously used. അപ്പോൾ ഡിഫൻസ് മെക്കാനിസം നമ്മളുടെ കോൺഷ്യസ് മൈൻഡിൽ അല്ലെങ്കിൽ കോൺഷ്യസ്ലി നമ്മൾ യൂസ് ചെയ്യുന്നതല്ല, അൺകോൺഷ്യസ്ലി യൂസ് ചെയ്യുന്നതാണ്. ടു പ്രൊട്ടക്ട് എ പേഴ്സൺ ഫ്രം ആങ്സൈറ്റി അറൈസിങ് ഫ്രം അൺഅക്സെപ്റ്റബിൾ തോട്ട്സ് ഓർ ഫീലിങ്സ്. നമുക്കൊരിക്കലും അക്സെപ്റ്റ് ചെയ്യാത്ത ഫീലിങ്സുകൾ, തോട്ട്സുകൾ, സ്ട്രെസ്സുകൾ, അതുപോലെ തന്നെ ടെൻഷൻ, ഫ്രസ്ട്രേഷൻ, ഇതിൽ നിന്നൊക്കെ നമുക്കൊരു പ്രൊട്ടക്ഷന് വേണ്ടി യൂസ് ചെയ്യുന്ന സൈക്കോളജിക്കൽ സ്ട്രാറ്റജീസ് ആണ് ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ്, ദ സൈക്കോ അനലിസ്റ്റ് സിഗ്മണ്ട് ഫ്രോയിഡ് ഡെവലപ്ഡ് ദ ഐഡിയ ഓഫ് ഡിഫൻസ് മെക്കാനിസംസ് ആസ് എ വേ ടു അണ്ടർസ്റ്റാൻഡ് ഹ്യൂമൻ ബിഹേവിയർ. ഓരോ മനുഷ്യരുടെയും ബിഹേവിയർ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സിഗ്മണ്ട് ഫ്രോയിഡ് ഡെവലപ്പ് ചെയ്ത ഒരു കോൺസെപ്റ്റ് ആണ് ഡിഫൻസ് മെക്കാനിസം. Freud proposed that people use defense mechanism unconsciously as a way to avoid uncomfortable feelings and emotions. മനുഷ്യർക്ക് അൺകംഫർട്ടബിൾ ആയിട്ടുള്ള ഫീലിങ്സ്, തോട്ട്സ്, ഇമോഷൻസ് ഇതൊക്കെ വരുമ്പോൾ അവർ അൺകോൺഷ്യസ് ആയിട്ട് യൂസ് ചെയ്യുന്ന മെക്കാനിസം ആണ് ഡിഫൻസ് മെക്കാനിസം. നെക്സ്റ്റ് പോയിന്റ്, they are a way for the mind to cope with stress or difficult feeling. Positive ways to deal with stress. നമ്മുടെ മനസ്സിലുണ്ടാകുന്ന സ്ട്രെസ്, പിരിമുറുക്കങ്ങൾ, അതുപോലെ തന്നെ പ്രശ്നങ്ങൾ, പലതരം പ്രശ്നങ്ങളുണ്ടല്ലേ, ഫ്രസ്ട്രേഷൻസ്, ഇതെല്ലാം കോപ്പ് ചെയ്യാനായിട്ട്, നമുക്ക് അത് ഓവർകം ചെയ്യാനായിട്ട് നമ്മുടെ മനസ്സ് യൂസ് ചെയ്യുന്ന, അൺകോൺഷ്യസ് മൈൻഡ് യൂസ് ചെയ്യുന്ന ഒരു ടെക്നീക്കാണ്, ഒരു സ്ട്രാറ്റജിയാണ്, ഒരു സൈക്കോളജിക്കൽ സ്ട്രാറ്റജിയാണ് ഡിഫൻസ് മെക്കാനിസം. ഇതെല്ലാം പോസിറ്റീവ് വേസിൽ നമുക്ക് എങ്ങനെ ഡീൽ ചെയ്യാൻ പറ്റും എന്നാണ് ഡിഫൻസ് മെക്കാനിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, കുറെ ഡിഫൻസ് മെക്കാനിസം മനുഷ്യർ യൂസ് ചെയ്യാറുണ്ട്. എങ്കിലും ഏറ്റവും സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള എക്സാമിനേഷൻ വ്യൂ പോയിന്റിൽ നിന്ന് പലതവണ ആവർത്തിച്ച പല ക്വസ്റ്റ്യൻസിൽ കണ്ട കുറച്ച് ഡിഫൻസ് മെക്കാനിസം ആണ് ഞാൻ നിങ്ങളായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ഡിഫൻസ് മെക്കാനിസം, ഡിനയൽ. Used often to describe situations in which people seem unable to face reality or admit an obvious truth. ഡിനയൽ എന്ന് പറയുന്നത് ഒരു ഡിഫൻസ് മെക്കാനിസം ആണ്. അവിടെ മനുഷ്യർ തൻ്റെ ലൈഫിൽ ഉണ്ടാകുന്ന പല സിറ്റുവേഷൻസുകളെ, പല റിയാലിറ്റീസിനെ ഫേസ് ചെയ്യാനായിട്ട് അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ അവർക്ക് ചില നഗ്ന സത്യങ്ങൾ അവരുടെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ടാകാം. പക്ഷെ അത് അഡ്മിറ്റ് ചെയ്യാനായിട്ട്, അത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് അവർക്കത് സാധിക്കില്ല. ഓക്കെ, അവർ ഡിനൈ ചെയ്യാറുണ്ട്. ഫോർ എക്സാമ്പിൾ, പീപ്പിൾ ലിവിംഗ് വിത്ത് ഡ്രഗ് ഓർ ആൽക്കഹോൾ അഡിക്ഷൻ ഓഫൻ ഡിനൈ ദാറ്റ് ദേ ഹാവ് എ പ്രോബ്ലം. എപ്പോഴും മദ്യപിച്ച് നടക്കുന്ന അല്ലെങ്കിൽ ലഹരി പദാർത്ഥങ്ങൾ യൂസ് ചെയ്യുന്ന ആൾക്കാർ, ഒരു 90% അബവ് ഈ പറയുന്ന കാര്യങ്ങൾ യൂസ് ചെയ്യുന്നവർക്ക് അവരുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ കാണും. പക്ഷെ നമ്മൾ അവരോട് അവരുടെ പ്രശ്നം എന്താണ് എന്ന് ചോദിക്കുമ്പോൾ അവർ പറയും, ഒരു പ്രശ്നവും ഇല്ല, എനിക്ക് ഒരു കുഴപ്പവും ഇല്ല എന്ന് പറയും. അപ്പോൾ അവിടെ അവർ ഡിനൈ ചെയ്യുകയാണ്. അവർക്ക് പ്രോബ്ലം ഉണ്ട് എന്ന് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് അവർക്കൊരു ബുദ്ധിമുട്ടുണ്ട്. അതുപോലെ തന്നെ റേപ്പ് വിക്ടിംസ്, എന്തെങ്കിലും ഒരു ട്രോമാറ്റിക് ഈവൻസ് അവരുടെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവരിൽ പലരും അത് അഡ്മിറ്റ് ചെയ്യാറില്ല. അവിടെ അവർ പറയുന്നത്, ഇല്ല, എനിക്കൊന്നും പറ്റിയിട്ടില്ല, എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല, അവർ ഡിനൈ ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഡിനയൽ എന്ന് പറയുന്ന ഡിഫൻസ് മെക്കാനിസത്തിൽ മനുഷ്യർക്ക് അവരുടെ ലൈഫിൽ ഉണ്ടാകുന്ന പ്രോബ്ലംസ്, റിയാലിറ്റി ഇതൊക്കെ ഫേസ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ തന്നെ അവർക്ക് പല കാര്യങ്ങളും അക്സെപ്റ്റ് ചെയ്യാനും അഡ്മിറ്റ് ചെയ്യാനും ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, അവരത് ഡിനൈ ചെയ്യും. സെക്കൻഡ് ഡിഫൻസ് മെക്കാനിസം, പ്രൊജക്ഷൻ. It involves taking our own unacceptable qualities or feelings and ascribing them to other people. ഞാനൊരു എക്സാമ്പിൾ പറയാം. നമുക്കൊരാളോട് ഭയങ്കര അസൂയയാണ്, അല്ലെങ്കിൽ നമുക്കൊരാളോട് ഭയങ്കര ദേഷ്യമാണ്. എന്നിട്ട് നമ്മൾ സ്വന്തമായിട്ട് വിചാരിക്കുകയാണ്, അയാൾക്ക് എന്നോടാണ് അസൂയ, അയാൾക്ക് എന്നോടാണ് ദേഷ്യം, അല്ലാതെ എനിക്ക് അയാളോടല്ല. അവിടെ നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുകയാണ്. നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ചില ഫീലിങ്സുകൾ മറ്റുള്ളവർക്കാണ് ശരിക്കും ഉള്ളത് എന്ന് നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുകയാണ്. ഓക്കെ, ഇറ്റ് ഇൻവോൾവ്സ് ടേക്കിംഗ് അവർ ഓൺ അൺഅക്സെപ്റ്റബിൾ ക്വാളിറ്റീസ്. നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ക്വാളിറ്റീസ് അല്ലെങ്കിൽ ഫീലിങ്സ് അതെല്ലാം നമ്മൾ മറ്റുള്ളവരിലേക്ക് ചുമത്തുകയാണ്. അതാണ് ഡിഫൻസ് മെക്കാനിസം, പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. അടുത്തതാണ് ഡിസ്പ്ലേസ്മെന്റ്.
It involves taking out our frustrations, feelings and impulses on people or objects that are less threatening. ഇതിനും ഒരു സിമ്പിൾ ആയിട്ടൊരു എക്സാമ്പിൾ ഉണ്ട്. നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നമ്മുടെ ബോസ് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് നമ്മളോട് ഷൗട്ട് ചെയ്ത് പെരുമാറുകയാണ്. നമ്മളെ ഭയങ്കരമായിട്ടും ക്രിട്ടിസൈസ് ചെയ്യുകയാണ്. നമുക്കും ശരിക്കും ദേഷ്യം വരുന്നുണ്ട്. പക്ഷെ ബോസിനോട് നമ്മൾ തിരിച്ച് ഷൗട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പണി പോകും. അതുകൊണ്ട് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ബോസിനോടുള്ള ദേഷ്യം നമ്മൾ നേരെ വീട്ടിൽ ചെന്നിട്ട് നമ്മുടെ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ആരോടെങ്കിലും തീർക്കുകയാണ്. ചിലപ്പോൾ അത് പെറ്റ്സിനോടാകാം, അല്ലെങ്കിൽ നമ്മുടെ അച്ഛനോടോ അമ്മയോടോ ഹസ്ബൻഡിനോടോ വൈഫിനോടോ ഒക്കെ തീർക്കുകയാണ്. ഓക്കെ, ഡിസ്പ്ലേസ് ചെയ്യുകയാണ് നമ്മുടെ ഇമോഷൻസ്, നമ്മുടെ ഫീലിങ്സ്, നമ്മുടെ ഫ്രസ്ട്രേഷൻസ്. കാരണം അവർ നമ്മുടെ അത്രയ്ക്ക് ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരാണ്. അടുത്തത് റിഗ്രഷൻ ആണ്. ഇറ്റ് ഈസ് എ ഡിഫെൻസ് മെക്കാനിസം പ്രൊപ്പോസ്ഡ് ബൈ അന്ന ഫ്രോയിഡ് whereby the ego reverts to an earlier stage of development, usually in response to stressful situations. അപ്പോൾ റിഗ്രഷൻ എന്ന് പറയുന്നത് ഒരു ഡിഫെൻസ് മെക്കാനിസം ആണ്. അന്ന ഫ്രോയിഡ് ആണ് അത് പ്രൊപ്പോസ് ചെയ്തത്. അന്ന ഫ്രോയിഡ് എന്ന് പറയുമ്പോൾ സിഗ്മണ്ട് ഫ്രോയിഡിന്റെ ഡോട്ടറാണ്, മകളാണ്. ഇവിടെ നമ്മുടെ ഈഗോ അത് റിവേർട്ട് ചെയ്യുന്നു. റിവേർട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ ബാക്കിലേക്ക് പോകുക. ഓക്കെ, ടു ആൻ ഏർലി സ്റ്റേജ് ഓഫ് ഡെവലപ്മെന്റ്, യൂഷ്വലി ഇൻ റെസ്പോൺസ് ടു സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻസ്. നമ്മുടെ ലൈഫിൽ പല സ്ട്രെസ്ഫുൾ ഫ്രസ്ട്രേറ്റിംഗ് സിറ്റുവേഷൻസ് വരുമ്പോൾ നമ്മളൊരു കൊച്ചുകുട്ടിയെ പോലെ പെരുമാറുന്ന സിറ്റുവേഷൻസ് വരാം. കരയും, പൊട്ടിക്കരയാറുണ്ട്, ഏങ്ങലടിച്ച് കരയുന്ന സിറ്റുവേഷൻസ് വരാറുണ്ട് അല്ലേ? അപ്പോൾ അതിനെയാണ് റിഗ്രഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, വെൻ വി ആർ ട്രബിൾഡ് ഓർ ഫ്രൈറ്റൻഡ്, അവർ ബിഹേവിയർ ഓഫൻ ബിക്കംസ് മോർ ചൈൽഡിഷ് ഓർ പ്രിമിറ്റീവ്. നമ്മളൊരു പാമ്പിനെ കാണുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് പേടിയുള്ള എന്തെങ്കിലും ഒരു കാര്യം കാണുമ്പോൾ നമ്മൾ പെട്ടെന്നൊരു മെച്യൂർ പേഴ്സണിൽ നിന്ന് ഏറ്റവും ചൈൽഡിഷ് ആയിട്ടുള്ള ബിഹേവിയർ കാണിക്കാറുണ്ട്. ഒന്നെങ്കിൽ അലമുറയിട്ട് കരയാറുണ്ട്, അല്ലെങ്കിൽ ബഹളം വെക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ബിഹേവിയർ എന്ന് പറയുന്നത് കുട്ടികളിൽ നിന്നാണ് നമ്മൾ സാധാരണ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ അതേപോലത്തെ ബിഹേവിയർ മുതിർന്നവരിൽ നിന്ന് വരുമ്പോൾ അതിനെ നമുക്ക് റിഗ്രഷൻ എന്ന് വിളിക്കാം. അടുത്തത് സബ്ലിമേഷൻ ആണ്. സിമിലർ ടു ഡിസ്പ്ലേസ്മെന്റ് ബട്ട് ടേക്സ് പ്ലേസ് വെൻ വി മാനേജ് ടു ഡിസ്പ്ലേസ് ആർ അൺഅക്സെപ്റ്റബിൾ ഇമോഷൻസ് ഇൻ ടു ബിഹേവിയേഴ്സ് വിച്ച് ആർ constructive and socially acceptable rather than destructive activities. അപ്പോൾ സബ്ലിമേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഡിസ്പ്ലേസ്മെന്റ് ആയിട്ട് കുറച്ച് സിമിലാരിറ്റി ഉള്ളതാണ്. പക്ഷെ ഒരു പോസിറ്റീവ് ഡിഫറൻസ് ആണ് ഇവിടെ സബ്ലിമേഷനിൽ നടക്കുന്നത്. ദാറ്റ് ഈസ്, വി മാനേജ് ടു ഡിസ്പ്ലേസ് ആർ അൺഅക്സെപ്റ്റബിൾ ഇമോഷൻസ് ഇൻ ടു ബിഹേവിയേഴ്സ് വിച്ച് ആർ കൺസ്ട്രക്റ്റീവ് ആൻഡ് സോഷ്യലി അക്സെപ്റ്റബിൾ. നമുക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഇമോഷൻസുകൾ, ഫീലിങ്സുകൾ, തോട്ട്സുകൾ, ഇതെല്ലാം നമുക്ക് പുറത്ത് കാണിക്കാൻ പറ്റത്തില്ല. കാരണം സൊസൈറ്റി നമ്മളെ ക്രിട്ടിസൈസ് ചെയ്യും. ഓക്കെ, അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഇമോഷൻസുകൾ, ഫീലിങ്സുകൾ ഇതെല്ലാം പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിൽ, കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ, സോഷ്യലി അക്സെപ്റ്റബിൾ ആയിട്ടുള്ള രീതിയിൽ നമ്മൾ കാണിക്കുകയാണ്. അപ്പോൾ അതിനും ഞാനൊരു എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഭയങ്കര ദേഷ്യമുള്ള ഒരാൾ, ഓക്കെ, അപ്പോൾ അയാൾക്ക് ദേഷ്യം വരികയാണെങ്കിൽ ഈ പറയുന്നത് പോലെ തൻ്റെ ഭാര്യയോടോ അല്ലെങ്കിൽ തൻ്റെ വീട്ടുകാരോടോ ഒന്നും ദേഷ്യപ്പെടാനോ ഫ്രസ്ട്രേഷൻ കാണിക്കാനോ ഒന്നും ശ്രമിക്കില്ല. മറിച്ച് അയാളുടെ ആ ഒരു ദേഷ്യം അത് ബോക്സിങ്ങിൽ കാണിക്കുകയാണെങ്കിൽ അവിടെ അയാൾക്ക് എക്സൽ ചെയ്യാൻ പറ്റും. ഒരു വലിയ ബോക്സറായിട്ട് മാറാൻ അയാൾക്ക് സാധിക്കും. അപ്പോൾ ആ ഒരു സോഷ്യലി അൺഅക്സെപ്റ്റബിൾ ബിഹേവിയർ ഇവിടെ കൺസ്ട്രക്റ്റീവ് രീതിയിലാണ് പുറത്തോട്ട് എടുക്കുന്നത്. അതുപോലെ തന്നെ ചിലർ വിഷമം വരുമ്പോൾ കരഞ്ഞു തീർക്കുന്നതിന് പകരം അവർ പ്രൊഡക്റ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യാറുണ്ട്. പടം വരയ്ക്കാറുണ്ട്, അല്ലെങ്കിൽ കവിത, കഥ ഇതൊക്കെ എഴുതാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സോഷ്യലി അക്സെപ്റ്റബിൾ ആണ്. അത് ഡിസ്ട്രക്റ്റീവ് അല്ല, കൺസ്ട്രക്റ്റീവ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അടുത്ത ഒരു ഡിഫെൻസ് മെക്കാനിസം ആണ് റാഷണലൈസേഷൻ. Explaining an unacceptable behavior or feeling in a rational or logical manner, avoiding the true reasons for the behavior. ഇവിടെ ഞാനൊരു ഇൻസ്റ്റൻസ് പറയുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകും. ഒരു കുട്ടി ക്ലാസ്സിലിരുന്ന് എക്സാം എഴുതുകയാണ്. പക്ഷേ എക്സാം വളരെ ടഫായിരുന്നു. വീട്ടിലെത്തുമ്പോൾ വീട്ടുകാർ ചോദിക്കുകയാണ്, എങ്ങനെയുണ്ടായിരുന്നു എക്സാം? അപ്പോൾ കുട്ടി പറയുകയാണ്, ഭയങ്കര മോശമായിരുന്നു, ഒട്ടും കൊള്ളത്തില്ലായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ വീട്ടുകാർ ചോദിക്കും, അതെന്താ? നീ പഠിച്ചുകൊണ്ട് പോകാത്തതുകൊണ്ടായിരിക്കും നിനക്കത് കൊള്ളാത്തത്. അപ്പോൾ കുട്ടി പറയുകയാണ്, ഞാൻ നല്ലപോലെ പഠിച്ചുകൊണ്ട് പോയായിരുന്നു, പക്ഷേ ക്വസ്റ്റ്യൻ സെറ്റ് ചെയ്ത ആളുടെ പ്രശ്നമാണത്. അപ്പോൾ ഇവിടെ ആ കുട്ടി യൂസ് ചെയ്ത ഡിഫെൻസ് മെക്കാനിസം ആണ് റാഷണലൈസേഷൻ. ദാറ്റ് ഈസ് എക്സ്പ്ലെയിനിങ് ആൻ അൺഅക്സെപ്റ്റബിൾ ബിഹേവിയർ ഓർ ഫീലിംഗ് ഇൻ എ റാഷണൽ ഓർ ലോജിക്കൽ മാനർ. മറ്റുള്ളവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ബിഹേവിയേഴ്സ്, ഫീലിങ്സ് ഇതെല്ലാം ലോജിക്കലി എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുകയാണ്. അവോയ്ഡിങ് ദ ട്രൂ റീസൺസ് ഫോർ ദ ബിഹേവിയർ. ഇവിടെ ആ ഒരു ബിഹേവിയർ കാണിച്ചതിന്റെ ട്രൂ റീസൺസ് അത് കുട്ടി അവോയ്ഡ് ചെയ്യുകയാണ്. കുട്ടി പഠിക്കാത്തത് കൊണ്ട് മാത്രമാണ് ആ ഒരു എക്സാം നല്ലപോലെ എഴുതാൻ പറ്റാതിരുന്നത്. അവിടെ കുട്ടി ആ ഒരു ട്രൂ റീസൺ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. അടുത്തത് റിപ്രഷൻ ആണ്. It is an unconscious defense mechanism employed by the ego to keep disturbing or threatening thoughts from
ബിക്കമിങ് കോൺഷ്യസ്. അപ്പോൾ റിപ്രഷൻ എന്ന് പറയുന്നത് ഒരു അൺകോൺഷ്യസ് ഡിഫൻസ് മെക്കാനിസം ആണ്. അത് ആരാണ് യൂസ് ചെയ്യുന്നത്? നമ്മുടെ ഉള്ളിലുള്ള ഈഗോ ആണ് അത് യൂസ് ചെയ്യുന്നത്. ടു കീപ് ഡിസ്റ്റർബിംഗ് ഓർ ത്രെറ്റനിങ് തോട്ട്സ് ഫ്രം ബിക്കമിങ് കോൺഷ്യസ്. നമ്മുടെ ബോധ മനസ്സിലേക്ക്, കോൺഷ്യസ് മൈൻഡിലേക്ക് ത്രെട്ടനിങ് ആയിട്ടുള്ള, നമ്മളെ ഡിസ്റ്റർബ് ചെയ്യുന്ന പല കാര്യങ്ങളും കൊണ്ടുവരാതിരിക്കാൻ ഈഗോ ശ്രമിക്കുകയാണ്. ഫോർ എക്സാമ്പിൾ, ഒരു കുട്ടിയെ പട്ടി കടിക്കുകയാണ്. ഓക്കെ, കുറച്ച് നാൾ കഴിയുമ്പോൾ ആ ഒരു കുട്ടി അഡോളസെന്റ് ഏജ് അല്ലെങ്കിൽ ഒരു അഡൽട്ട്ഹുഡിലൊക്കെ എത്തുമ്പോൾ പട്ടികളെ കാണുമ്പോൾ ആ വളർന്നു വന്ന കുട്ടിക്ക് ഒരു പേടി ഉണ്ടാകുകയാണ് ചെയ്യുന്നത്. പട്ടികളോട് ഒരു പേടി. അതെന്തുകൊണ്ടാണ് ആ ഒരു പേടി ഉണ്ടായത് എന്ന് ആ അഡൽട്ടിന് അറിയത്തില്ല. കാരണം അവന്റെ അൺകോൺഷ്യസ് മൈൻഡിൽ ഈ പറയുന്ന തന്റെ ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസ് കിടക്കുകയാണ്. കുഞ്ഞായിരുന്നപ്പോഴത്തേക്ക് എന്നെ പട്ടി കടിച്ചിട്ടുണ്ട്, അതിൽ നിന്നാണ് എനിക്ക് ഈ ഒരു പട്ടികളോടുള്ളൊരു പേടി ഡെവലപ്പ് ചെയ്തത്. അത് ആ ഒരു അഡൽട്ടിന്റെ അൺകോൺഷ്യസ് മൈൻഡിൽ കിടക്കുകയാണ്. ഇവിടെ ഞാൻ സ്ട്രെസ് ചെയ്ത് പറയുന്നത് അൺകോൺഷ്യസ് മൈൻഡ് എന്നാണ്. തന്നെ പട്ടി കടിച്ചതിന്റെ ഓർമ്മ അൺകോൺഷ്യസ് മൈൻഡിലാണ് കിടക്കുന്നത്. അവിടെ ഈഗോ ഈ പറയുന്ന അനുഭവം കോൺഷ്യസ് മൈൻഡിലേക്ക് കൊണ്ടുവരുന്നത് തടയുകയാണ്. ഓക്കെ, അങ്ങനെ അവിടെ ഒരു റിപ്രഷൻ സംഭവിക്കുന്നു. ഇനി റിപ്രഷൻ എപ്പോഴും പഠിക്കുമ്പോൾ കൂടെ വരുന്ന ഒരു ടേമാണ് സപ്രഷൻ എന്ന് പറയുന്നത്. സപ്രഷൻ എന്ന് പറയുമ്പോൾ ഫോഴ്സ്ഫുൾ കോൺഷ്യസ് ബ്ലോക്കിംഗ് ഓഫ് അൺപ്ലസന്റ് ഫീലിംഗ്സ് ഓർ എക്സ്പീരിയൻസ്. റിപ്രഷനിൽ ഏറ്റവും സിഗ്നിഫിക്കന്റ് എന്ന് പറയുന്നത് അൺകോൺഷ്യസ് മൈൻഡ് ആണ് അവിടെ എല്ലാം ചെയ്യുന്നത്. എന്നാൽ സപ്രഷനിൽ എത്തുമ്പോൾ അവിടെ കോൺഷ്യസ് മൈൻഡ് ഡെലിബറേറ്റ് ആയിട്ട് പല കാര്യങ്ങളും ബ്ലോക്ക് ചെയ്യുകയാണ്. ഓക്കെ, എക്സാമ്പിൾ, തിങ്കിങ് അബൌട്ട് ഓൾ ദോസ് സ്വീറ്റ്സ്, വാണ്ടിങ് ടു ഈറ്റ് ദം വൈൽ ഓൺ ഡയറ്റ്. നമ്മൾ ഡയറ്റിങ്ങിലാണ്, അപ്പോൾ നമ്മുടെ മുമ്പിൽ പല സ്വീറ്റ്സുകളും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. നമുക്കത് കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്, പക്ഷെ കഴിക്കാൻ പറ്റത്തില്ല. നമ്മൾ ഡെലിബറേറ്റ്ലി നമ്മുടെ ആഗ്രഹങ്ങൾ സപ്രസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അവിടെ നമ്മുടെ കോൺഷ്യസ് മൈൻഡിന്റെ അവയർനെസ്സോട് കൂടിയാണ് നമ്മളത് ചെയ്യുന്നത്. ഓക്കെ, ഞാനിപ്പോൾ ഡയറ്റിലാണ്, അപ്പോൾ എനിക്ക് ഈ പറയുന്ന സ്വീറ്റ്സും മറ്റു കാര്യങ്ങളൊന്നും കഴിക്കാൻ പറ്റില്ല. സോ ഐ ഹാവ് ടു സപ്രസ്, നോട്ട് റിപ്രസ്. ഇവിടെ സപ്രഷൻ കോൺഷ്യസ് മൈൻഡിലാണ് നടക്കുന്നത്, റിപ്രഷൻ അൺകോൺഷ്യസ് മൈൻഡിലാണ് നടക്കുന്നത് എന്ന് ഓർത്തു വെക്കുക. അടുത്ത ഒരു ഡിഫൻസ് മെക്കാനിസം ആണ് റിയാക്ഷൻ ഫോർമേഷൻ, ഓൾസോ കോൾഡ് റിവേഴ്സൽ ഫോർമേഷൻ. ഇറ്റ് ഈസ് ടു സബ്സ്റ്റിറ്റ്യൂട്ട് ഓപ്പോസിറ്റ് റിയാക്ഷൻ ഫോർമേഷൻ വിച്ച് കോസസ് ആങ്സൈറ്റി. ഒന്നുമില്ല, നമുക്ക് ഒരാളോട് ഭയങ്കര ദേഷ്യമാണ്, പക്ഷെ അയാളെ കാണുമ്പോൾ അയാളുടെ മുമ്പിൽ നമുക്ക് അയാളോട് ഭയങ്കര സ്നേഹമുള്ളതുപോലെ പെരുമാറുകയാണ്. അതാണ് റിയാക്ഷൻ ഫോർമേഷൻ എന്ന് പറയുന്നത്. അവിടെ നമ്മുടെ മനസ്സിൽ ഉണ്ടാകുന്ന ആ ഒരു ദേഷ്യം, അതിനെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ് വിത്ത് ദ ഓപ്പോസിറ്റ് റിയാക്ഷൻ. ഇനി വേറൊരു എക്സാമ്പിൾ പറയാം. നമ്മുടെ ബോസിനോട് നമുക്ക് ഒരു റെസ്പെക്റ്റും ഇല്ല, ഒരു ബഹുമാനമോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. എന്നാൽ നമ്മുടെ ബോസ് നമ്മുടെ മുമ്പിൽ കൂടെ പോകുമ്പോൾ നമ്മൾ ഭയങ്കര റെസ്പെക്റ്റോട് കൂടി നിൽക്കും. ഓക്കെ, അത് റിയാക്ഷൻ ഫോർമേഷന്റെ ഒരു എക്സാമ്പിൾ ആണ്. നമ്മുടെ മനസ്സിൽ തോന്നുന്ന ഏത് ഇമോഷൻസ് ആണെങ്കിലും ഫീലിങ്സ് ആണെങ്കിലും അതിന്റെ എക്സാക്ട് ഓപ്പോസിറ്റ് നമ്മൾ കാണിക്കുകയാണ്. ഓക്കെ, അടുത്തത് കോമ്പൻസേഷൻ ആണ്. പീപ്പിൾ ഓവർ അച്ചീവ് ഇൻ വൺ ഏരിയ ടു കോമ്പൻസേറ്റ് ഫോർ ഫെയിലിയേഴ്സ് ഇൻ അനദർ. ഒരു കുട്ടി തന്റെ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന എല്ലാ സബ്ജക്ട്സുകൾക്കും തോക്കുകയാണ്. അപ്പൊ കുട്ടി അവിടെ എന്ത് ചെയ്യും? തന്റെ വീക്ക് ഏരിയാസിനെ എങ്ങനെയെങ്കിലും കോമ്പൻസേറ്റ് ചെയ്യണം. അങ്ങനെ ആ കുട്ടി സ്പോർട്സിലാണെങ്കിലും എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലാണെങ്കിലും ഫസ്റ്റ് മേടിക്കുകയാണ്. അവിടെ തന്റെ വീക്ക് ഏരിയാസിനെ കോമ്പൻസേറ്റ് ചെയ്യുകയാണ്. മറ്റുള്ള ഏരിയാസിൽ ഏറ്റവും ഓവർ അച്ചീവ് ചെയ്ത് ഏറ്റവും ടോപ്പ് ആയിട്ട് നിൽക്കാൻ ശ്രമിക്കുകയാണ്. അടുത്ത ഡിഫൻസ് മെക്കാനിസം ആണ് വിഡ്രോയൽ. റിസ്ട്രെയിനിങ് യുവർ സെൽഫ് ഫിസിക്കലി ഓർ ഇമോഷണലി ഫ്രം ആൻ അൺവാണ്ടഡ് സിറ്റുവേഷൻ. ഇവിടെ ഒന്നുമില്ല, നമുക്ക് വിഷമം ഉണ്ടാകുന്ന, ദേഷ്യം വരുന്ന, അല്ലെങ്കിൽ എന്തെങ്കിലും നെഗറ്റീവ് ഫീലിങ്സ്, തോട്ട്സ്, ഇമോഷൻസ് ഇതെല്ലാം വരുന്ന സിറ്റുവേഷൻസിൽ നിന്ന് നമ്മൾ ഫിസിക്കലി ഇമോഷണലി മാറി നിൽക്കാൻ ശ്രമിക്കുകയാണ്. അവിടെ എല്ലാം നിന്ന് നമ്മൾ വിഡ്രോ ചെയ്യാൻ ശ്രമിക്കുന്നതിനെയാണ് വിഡ്രോയൽ എന്ന് പറയുന്നത്. നമ്മുടെ ലാസ്റ്റ് ഡിഫൻസ് മെക്കാനിസം ആണ് ഐഡന്റിഫിക്കേഷൻ. ഹിയർ പീപ്പിൾ ട്രൈ ടു അസ്യൂം ദ ക്വാളിറ്റീസ് ഓഫ് സംവൺ ദാറ്റ് ഈസ് അഡ്മയർഡ്. നമ്മൾ റോൾ മോഡൽ ആയിട്ട് കാണുന്ന ആൾക്കാരെ വെച്ച് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുകയാണ്. ഇന്ന ആള് എന്റെ റോൾ മോഡലാണ്, അപ്പൊ അയാളുടെ ബിഹേവിയർ ഇങ്ങനെയാണ്, അയാളുടെ ജെസ്ചേഴ്സ്, പോസ്ചേഴ്സ്, അയാളുടെ പെർസ്പെക്റ്റീവ്സ് ഇതൊക്കെയാണ്, അപ്പൊ ഞാനും അതേപോലെയൊക്കെ ആകാം. Okay. Example, a student wants to be like a famous person, so she imitates and acts like him or her. അപ്പോൾ ഈ പറഞ്ഞ ഡിഫൻസ് മെക്കാനിസത്തിനെ കുറിച്ച് നിങ്ങൾക്കൊരു thorough ഐഡിയ കിട്ടി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.